143 മണ്ഡലങ്ങളിൽ RJD സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. 60 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളുടെ പട്ടിക കോൺഗ്രസും പ്രഖ്യാപിച്ചിട്ടുണ്ട്. വിനീത വിജയൊപ്പം ബൽറാം നെടുങ്ങാടി. വിശദാംശങ്ങളുമായി വിനീതയിലേക്കാണ് ആദ്യം. വിനീത, ഇതിപ്പോൾ നമ്മൾ NDAയുടെ കാര്യത്തിൽ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഒരു നേതാവ് എന്നതിനപ്പുറത്തേക്ക് പറയാൻ ആവർത്തിച്ച് ചോദിക്കുമ്പോഴും BJP അധ്യക്ഷൻ തയ്യാറാകുന്നില്ല എന്നുള്ളത് എത്രത്തോളം പ്രധാനപ്പെട്ടതാണ്? അദ്ദേഹത്തെ ഒരു മുഖമാക്കി നിർത്തി മത്സരരംഗത്തേക്ക് പോകുന്നതിൽ NDAക്ക് താല്പര്യമില്ല, പ്രത്യേകിച്ച് BJPക്ക് താല്പര്യമില്ല എന്നതിന്റെ കൃത്യമായ സൂചനയല്ലേ ഈ പ്രതികരണം? തീർച്ചയായും അനുജ, അങ്ങനെ തന്നെയാണ്. നേരത്തെ തന്നെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അത്തരത്തിലേക്കൊരു പരാമർശം നടത്തിയിരുന്നു. അതായത് തെരഞ്ഞെടുക്കപ്പെടുന്ന MLA മാർ ചേർന്ന് പിന്നീട് മുഖ്യമന്ത്രിയെ തീരുമാനിക്കുമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ പരാമർശം. അത് JDU ക്യാമ്പുകളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു അതൃപ്തിയിലേക്കാണ് എത്തിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നാലെ തന്നെ JDU MP അത് തിരുത്തുകയും നിതീഷ് കുമാർ തന്നെ മുഖ്യമന്ത്രിയാകുമെന്ന്, NDA ജയിച്ചാൽ നിതീഷ് കുമാർ തന്നെ മുഖ്യമന്ത്രിയാകുമെന്ന് ആവർത്തിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് അമിത്ഷായുടെ അതേ വാചകം, ആ പാതയെ പിന്തുണയ്ക്കുന്ന രീതിയിൽ തന്നെയാണ് ഇപ്പോൾ സംസ്ഥാന അധ്യക്ഷൻ, BJPയുടെ സംസ്ഥാന അധ്യക്ഷനും അത്തരത്തിലേക്കൊരു പ്രതികരണം തന്നെയാണ് നടത്തിയിരിക്കുന്നത്. നമ്മൾ വളരെ കൃത്യമായി തന്നെയാണ് അദ്ദേഹത്തോട് ചോദിച്ചത്, NDAയുടെ മുഖ്യമന്ത്രി മുഖം തന്നെയല്ലേ നിതീഷ് കുമാർ എന്ന ചോദ്യത്തിന് അദ്ദേഹം പറഞ്ഞത് NDAയുടെ നേതാവാണ് അദ്ദേഹം എന്നാണ്. വീണ്ടും നമ്മൾ ആ ചോദ്യം ആവർത്തിക്കുകയാണ് ഉണ്ടായത്. പക്ഷെ അപ്പോൾ അദ്ദേഹം പറയുന്നത് ഈ NDA തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് പോകുന്നത് നിതീഷ് കുമാറിന്റെ നേതൃത്വത്തിൽ തന്നെയാണെന്ന് പറയുന്നു. പക്ഷെ അങ്ങനെ പറയുമ്പോഴും ഒരു ഔദ്യോഗിക പ്രഖ്യാപനത്തിലേക്കോ അല്ലെങ്കിൽ BJPയുടെ ഒരു സംസ്ഥാന അധ്യക്ഷൻ എന്ന നിലയ്ക്ക് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി അത് NDAയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി JDUവിന്റെ നിതീഷ് കുമാർ തന്നെയാണെന്ന തരത്തിലേക്ക് ഒരു പ്രഖ്യാപനത്തിലേക്കോ ഒരു സ്ഥിരീകരണത്തിലേക്കോ ഒന്നും നേതാക്കൾ ഇനിയും വ്യക്തമാക്കുന്നില്ല. നേരത്തെ തന്നെ അമിത്ഷായുടെ പ്രതികരണം വലിയ രീതിയിൽ അതൃപ്തി ഉണ്ടാക്കിയിരുന്നു JDU നേതാക്കൾക്കിടയിൽ. ഇതാ ഇപ്പോൾ അതേ പാത പിന്തുടർന്ന് വന്നിരിക്കുന്ന BJP സംസ്ഥാന അധ്യക്ഷന്റെ പ്രതികരണം ഉറപ്പായും JDU ക്യാമ്പുകളെ സംബന്ധിച്ചിടത്തോളം വലിയ അതൃപ്തിയിലേക്കടക്കമാണ് കാര്യങ്ങൾ എത്തിക്കുന്നത്. നേരത്തെ തന്നെ ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കണമെന്ന് ജിതിൻ റാം മാഞ്ചി അടക്കമുള്ള നേതാക്കളൊക്കെ തന്നെ ഒരു ആവശ്യം മുന്നോട്ട് വെക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ പ്രഖ്യാപനങ്ങളിലേക്കും സ്ഥാനാർത്ഥി നിർണയത്തിലേക്കൊക്കെ തന്നെ കടക്കുമ്പോഴും ഒരു കൃത്യമായിട്ടുള്ളൊരു മുഖം, അത് ആര് എന്ന ചോദ്യം അങ്ങനെ തന്നെ നിലനിൽക്കുകയാണ്. ഒരു പക്ഷേ പുതിയ രാഷ്ട്രീയ നീക്കങ്ങളിലേക്കോ അല്ലെങ്കിൽ അപ്രതീക്ഷിതമായിട്ടുള്ള വഴിത്തിരിവിലേക്കൊക്കെ തന്നെ ബീഹാർ രാഷ്ട്രീയം നീങ്ങുന്ന ഒരു സൂചനകൾ കൂടിയാണ് ഈ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികൾ ഇല്ലാത്തുള്ള ഇത്തരത്തിലേക്കൊരു തെരഞ്ഞെടുപ്പിനെ നേരിടാനുള്ള ഇരു മുന്നണികളുടെയും നീക്കം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.